ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ Q&A. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ 1 മില്യൺ ആയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. എത്ര പറഞ്ഞാലും തീരില്ല, കാരണം നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അതെ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളിങ്ങനെ ഓരോ വീഡിയോ ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ആഗ്രഹം ഉണ്ടല്ലോ. സ്റ്റാർട്ടിങ്ങിൽ നമ്മള് പ്രതീക്ഷിച്ചില്ലല്ലേ, ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് തുടങ്ങിയതാണ്. പക്ഷെ ഇപ്പൊ അതൊരു 1 മില്യൺ. കാരണം ഞാൻ ഫസ്റ്റ് പ്ലേ ബട്ടൺ നേരിട്ട് കാണുന്നത് സുബിൻ ടാർസന്റെ വീട്ടില് ആടലോടകത്തിന്റെയാണ് പ്ലേ ബട്ടൺ കണ്ടത്. ആ പ്ലേ ബട്ടൺ ആദ്യമായിട്ട് അവിടെ നിന്നാണ് നേരിട്ട് കാണുന്നത്. അതിനുശേഷം നമുക്ക് സിൽവർ കിട്ടി. പക്ഷെ ഇന്ന് ടാർസനെ കൊണ്ട് ഞാൻ എന്റെ ഗോൾഡൻ പ്ലേ ബട്ടൺ ഞാൻ അൺബോക്സ് ചെയ്യും. എന്ത് ടാർസ? ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളിങ്ങനെ ഓരോരുത്തരുടെ വ്ളോഗിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ ഈ സംഭവം. ഇതിപ്പോ നമ്മുടെ കയ്യിൽ എത്തിയപ്പോഴത്തേക്ക് അതൊരു ഭയങ്കര സന്തോഷം. നിനക്ക് എന്താണ് പറയാനുള്ളത്? ഇത് കളിയാക്കാൻ വേണ്ടി മയക്കാനുണ്ടായിരുന്നു. കാരണം ഞാൻ എവിടെ കോളേജ് പരിപാടിക്ക് പോയാലും യുവമാരെല്ലാം സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് മയക്കരുമ്പോ ഞാൻ പറയും യുവമാരൊക്കെ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളതെന്ന് പറയാം. അത് പുള്ളിക്ക് എന്നെ കൊണ്ട് പറയിക്കണം, അതിന് വേണ്ടിയാണ് മയക്കുന്നത്. എനിക്കും അങ്ങനെ പറയാനായിട്ടെന്ന് പറഞ്ഞാൽ അവരൊക്കെ പറഞ്ഞതുപോലെ തന്നെയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇതുവരെ എത്തിപ്പെട്ട് ചാർസം പറഞ്ഞ കണക്ക് വെറുതെ ചെയ്തു തുടങ്ങിയാണ്. പിന്നെ അതിങ്ങനെ കയറി ഇതുവരെ എത്തി. അടുത്ത് അരമൽ എന്താ പറയാനുള്ളത്? ശരിയാ പറയാനായിട്ട് ശരിയാന്ന് അങ്ങനെ ഒന്നും പറയാനില്ല. എന്നാലും 4 ആൾ അറിയപ്പെട്ടു നിന്നെ, അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് തോന്നുന്നു? നല്ല സന്തോഷമുണ്ട്. അത്ര സന്തോഷം പോലെ ഇപ്പൊ തന്നെ നമ്മളിവിടെ കയറുന്നതിന് മുമ്പ് നമ്മൾ വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് ഒരു വാനില് കുറെ പയ്യന്മാരിങ്ങനെ പോയപ്പോ ആരോമല് ബിഗ് ഫാൻസ് എന്നും പറഞ്ഞ് കൈയിട്ട് ടാറ്റ കാണിച്ചവനെ. ഞാൻ വന്നതിന് ശേഷം ഇപ്പൊ എല്ലാം പെട്ടെന്ന് കൂടി തുടങ്ങി. സെൽഫിഷ്. മേഘ എന്താ പറയാനുള്ളത്? എനിക്ക് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സന്തോഷം. എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നമ്മളെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പൊ എങ്ങനെയാണോ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം, അത്രേ പറയുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ Q&Aക്ക് വേണ്ടിയിട്ട് ഫോട്ടോയും കാര്യങ്ങളും ഇട്ടപ്പോൾ ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം റിപ്ലൈ ഇന്ന് നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം സാർ, തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാ കല്യാണം കഴിക്കാൻ പോകുന്നേ, എപ്പോഴാ ഉണ്ടാവുക? അല്ല, ഇനി നമ്മളെ കൂട്ടത്തിൽ ഇനി പ്രായപൂർത്തിയായത് ടാർസ മാത്രമേ ഉള്ളൂ. പ്രായപൂർത്തി അത് ഒരുപാട് പേര് അറിയിക്കാം നിന്നെ. അതാദ്യം ഞാൻ അറിയിക്കാം. 21 വയസ്സാവട്ടെ, അതാണ് കല്യാണ പ്രായം. മനസ്സിലായോ? അടുത്ത് ടാർസനാണ്. കാരണം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ടാർസൻ എന്ത് കെട്ടിക്കുന്നില്ലേ, എന്റെ അടുത്ത് ചോദിക്കുന്നു ടാർസന്റെ അച്ഛനെ പോലെ. ഞാൻ അത് ടാർസന്റെ ഇപ്പൊ ഇവിടെ ഉണ്ട് ചോദിച്ചു. നിങ്ങൾ പറ ടാർസൻ എന്താന്ന് വെച്ചാ സംഭവം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ അധികം ഇങ്ങനെ യൂട്യൂബ് കാണുന്ന ഒരാളല്ല. ഞാൻ യൂട്യൂബിലെ വീഡിയോ സെർച്ച് ചെയ്ത് കാണണമെങ്കിൽ ഒന്നുകിൽ ഏതെങ്കിലും വെബ് സീരീസ് ക്ലിക്ക് ആവണം, അല്ലെങ്കിൽ ഏതെങ്കിലും സിനിമയുടെ ട്രെയിലർ ഇറങ്ങണം, എങ്കിലേ യൂട്യൂബിൽ കയറുള്ളൂ. ഇവിടെ Q&Aയിൽ ഇങ്ങനെ ഒരു സംഭവം ഇട്ടത് ഞാൻ കണ്ടില്ല. വീഡിയോ ഇട്ടത് ഇറങ്ങി, പക്ഷെ ഞാനത് കയറി വീഡിയോ ഫുള്ള് കണ്ടില്ലായിരുന്നു. അപ്പൊ വീഡിയോ ഇട്ടതിന്റെ അന്ന് എന്റെ കുറെ സുഹൃത്തുക്കൾ എനിക്ക് മെസ്സേജ് ഇട്ട്, സച്ചിന്റെ Q&Aയിൽ ഫുള്ള് സുബിൻ ചേട്ടന്റെ കല്യാണമാണല്ലോ തിരക്കണേ, അതിനൊരു ഉത്തരം കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്ത് സംഭവം. അങ്ങനെ ഞാൻ അവന്റെ വീഡിയോ കയറി നോക്കിയിട്ട് കമന്റ് നോക്കി. അല്ലേ, കുറെ പേര് ചോദിച്ചിട്ടുണ്ട് എന്റെ കല്യാണ സംഭവം. വേറൊന്നുമല്ല, കല്യാണം കഴിക്കണം, അങ്ങനെ കല്യാണത്തിനെതിരെ അങ്ങനെ ഇതൊന്നുമില്ല. പക്ഷെ എനിക്കിപ്പോ സത്യം പറഞ്ഞാല് ശാരീരികമായിട്ട് കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടുണ്ടെങ്കിലും മാനസികമായിട്ട് ഞാനത് സെറ്റ് ആയിട്ടില്ല. എനിക്ക് ഒട്ടും അങ്ങനെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന് അവരുടെ കാര്യമൊക്കെ നോക്കി, സത്യം പറയാൻ എനിക്ക് എന്റെ കാര്യം തന്നെ ഇപ്പൊ ഞാൻ കറക്റ്റ് നോക്കി വരുന്നില്ല. അതുകൊണ്ടാണ്. പിന്നെ വേറൊരു കേസ്, ഞാൻ ഒരു സിനിമയുടെ പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കപ്പോ അതിന് ആ ടെൻഷന്റെ കൂടെ വേറൊരു ടെൻഷനും കൂടെ. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. എന്നാലും ചെറിയൊരു ശതമാനം, അല്ല ചെറുതല്ല, ഒരു കുറച്ചൊരു ശതമാനം ആൾക്കാർക്ക് അതൊരു സംഭവം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആര് റിസ്ക് എടുക്കണ്ട. എന്റെ ഒരു സ്വപ്നത്തിൽ ചെന്നെത്തിയതിനു ശേഷം ആരെങ്കിലും നോക്കാം എന്നുള്ളൊരു ഇതിലാണ്. അല്ല വേറെ പ്രശ്നമൊന്നുമില്ല. സ്വപ്നങ്ങള് കംപ്ലീറ്റ് ചെയ്തിട്ട് കല്യാണം കഴിക്കാം എന്നുള്ളതാണ് ടാർസന്റെ ഉത്തരം. അതിന് ഇത്രയും വളച്ചിട്ടേണ്ട ആവശ്യമില്ല. ടാർസൻ കഥയിലെ രാജകുമാരൻ. പെണ്ണ് കിട്ടാത്തല്ലേ? എനിക്ക് പെണ്ണൊക്കെ കിട്ടും. ഇല്ല, നിങ്ങൾ തന്നെ പറ. ഇതില് കമന്റ് ഇട്. എനിക്ക് പെണ്ണ് കിട്ടത്തില്ല. ഈ കമന്റ് ഉള്ളവർക്കെല്ലാം എന്തൊരു ഹായ്. സ്വന്തമായിട്ട് ബുള്ളറ്റ് ഉണ്ട്, താടിയുണ്ട്, ഹെയർ ഉണ്ട്. ഇനിയിപ്പം മിക്കവാറും ടാർസ കെട്ടിയില്ലെങ്കിലും ഇതിലെവിടെ ഒരുത്തായാലും പെണ്ണ് വിളിച്ചിറങ്ങേണ്ടി വരും. ഏട്ടാ സൈഡിൽ നിന്ന് പറയട്ടെ, പ്രായപൂർത്തിയായിരുന്നു. മിനിയാ നിന്നപ്പോ മുഖത്ത് മഞ്ഞളൊക്കെ ഇട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം കൊച്ചു പിള്ളേരെ കാണുമ്പോ പുള്ളിക്കാരനൊരു വാത്സല്യമാണ്, ഒരു അച്ഛനാവാനുള്ളൊരു ആഗ്രഹം. അത് വേറൊന്നല്ല. ഇന്നലെ ലുലുവില് പോയപ്പോ ഒരു കൊച്ചിനെ കണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. അതിനാണ് ഈ പറയണം. പരിസരം വിട്ട് നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം എന്തിനാണ്? അല്ല ആ കൊച്ചു നല്ല ക്യൂട്ടായിരുന്നു, അതുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു. തലയിലെ മുട്ടത്തോട് പോലും പോയില്ല, എന്നിട്ടാണോ പെണ്ണ് കേട്ടാ നടക്കുന്നത്? ഇത് വീട്ടിൽ നിന്ന് ആലോചിച്ച് വെച്ചോണ്ടെന്ന് പണ്ടാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്നാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? അത് തുടങ്ങാനുള്ള പ്രേരണ എന്തായിരുന്നു? സത്യം പറയാം, യൂട്യൂബ് ചാനൽ തുടങ്ങണം അങ്ങനത്തെ ഒരു അതല്ലായിരുന്നു എന്റെ ഡ്രീം. എന്റെ ഡ്രീം എന്ന് പറഞ്ഞ ഒരു PSC ജോലി മേടിക്കുക,
എൻ്റെ അച്ഛനും അമ്മയും പോലെ അങ്ങ് ഗവൺമെന്റ് ജോലി അറിയാലോ, അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്. അപ്പോൾ അതായിരുന്നു. ഇതിനു മുമ്പ് തന്നെ ഞാൻ നമ്മൾ ടിക്ടോക്കിലൊക്കെ വീഡിയോ ചെയ്യുമായിരുന്നു. ഈ ഒരു മേഖലയിട്ട് ആർക്കും എൻ്റെ കുടുംബത്തിലോ എൻ്റെ കൂട്ടുകാരന്മാർക്കോ ആർക്കും ഒരു പിടിപാടും ഇല്ല, അല്ലെങ്കിൽ തന്നെ ആർക്കും അറിഞ്ഞൂടാ. അപ്പം നമ്മൾ ടിക്ടോക്ക് ഉണ്ടായ സമയത്ത് ചുമ്മാ ചെയ്ത് തുടങ്ങി ഓൺ വോയിസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വീട്ടിലൊരു ക്യാമറ ഉണ്ടായ സമയത്ത് തുടങ്ങിയതാണ്. അപ്പോൾ അത് ലോക്ക്ഡൌൺ ടൈം വന്നപ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടി ആക്റ്റീവായി. അപ്പം അങ്ങനെ ആ ടൈമിൽ നമ്മൾ കുറച്ച് ക്ലിക്കായി. യൂട്യൂബ് തുടങ്ങിയത് ഒരിക്കലും ഞാനല്ല, എൻ്റെ അനിയൻ ആകർഷം കൂടിയാണ്. അതായത് ഈ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്ന അവനുമായിട്ടാണ് അവരാണ് വീഡിയോ ഇട്ട് തുടങ്ങിയത്. അപ്പോൾ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവൻ തന്നെയാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊക്കെ പറഞ്ഞത്. പിന്നെ അങ്ങനെ ആ ഒരു പാറ്റേൺ പിടിച്ചു പോയി. അതൊക്കെ തന്നെ നമ്മളെ ജീവിതം എന്താ പറയണ്ട കൊണ്ട് എത്തിച്ചെന്നുള്ളതാണ്. പിന്നെ കിട്ടിയത് കൊണ്ട് നമ്മളെല്ലാം സംതൃപ്തരാണ്. ഞാൻ ഹാപ്പിയാണ്. കാരണം സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പം ജീവിക്കുന്ന ജീവിതം എല്ലാം എൻ്റെ ബോണസാണ്. എന്ത് പറയുന്നത് പറയാൻ വേണ്ടി ഞാൻ മൈക്ക് ഇങ്ങനെ വെച്ചൊക്കെയാണ് പറയുന്നത്. ഇല്ല ഒന്നുമില്ല പറയാം. അങ്ങനെ തന്നെയാണ് നമ്മളെല്ലാവരും മീഡിയ വഴി തന്നെയാണ് കമ്പനി ആയത്. അപ്പോൾ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് തന്നെ നമ്മളുടെ ഒരു വരുമാന മാർഗ്ഗമായി. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് നമ്മളെല്ലാവരും ജോലി എന്താണ്. ഇവള് മാത്രം ഇവിടെ ഇപ്പം ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. ബാക്കി നമ്മളെല്ലാവരും ഇത് തന്നെയാണ്, സോഷ്യൽ മീഡിയ ഫീൽഡ് തന്നെയാണ്. എനിക്ക് പിന്നെ നമുക്കൊന്നും പിന്നെ എനിക്ക് ആരോമലിന് വർക്ക് ചെയ്യാനുള്ള പ്രായമായിട്ടില്ല. നമ്മൾ പഠിക്കുന്ന അവന് ജോലിയുണ്ട്, ആപ്പിൾ കച്ചവടം. ചിലവരൊക്കെ പറയും ഇവിടെ പണി എന്തെന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഇൻഫ്ലുവൻസർ ആണ്, യൂട്യൂബിൽ വീഡിയോ ഇടുന്ന പറയുമ്പോൾ വേറെ പണിയില്ലെന്ന് കേൾക്കും. കാരണം നമുക്ക് വരുമാനം എവിടെ നിന്നാണോ കിട്ടുന്ന, ഏതിൽ നിന്നാണോ കിട്ടുന്നത്, അത് തന്നെയാണ് നമ്മുടെ പണി. അപ്പോൾ നമ്മളുടെ എല്ലാവരും വരുമാനം എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ ആണ്. പലരും ചോദിക്കാറുണ്ടോ അയ്യോ ഗവൺമെന്റ് ജോലി ഉള്ളവർക്ക് പെണ്ണ് കിട്ടുള്ളൂ അങ്ങനെയൊക്കെ. സത്യം പറഞ്ഞാൽ ഗവൺമെന്റ് ജോലി കിട്ടുന്ന ആൾക്കാരുടെയും കാര്യം സാലറി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഒരു മാസം. അത് തന്നെയാണ്. പിന്നെ അത് നമുക്ക് റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ നമ്മളുടെ ഇതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നതെല്ലാം. ഇത് തന്നെയാണ് നമ്മുടെ വരുമാന മാർഗ്ഗം. മേഘ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യാം. ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ മെയിൻ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, എനി ബേബി പ്ലാൻ? ബേബി പ്ലാന് അതൊക്കെ അതിന്റെ വഴിക്ക് അങ്ങ് നടക്കും. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഇല്ല. കിട്ടുമ്പോൾ കല്യാണം കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയ പ്ലാൻ ഇല്ല. പക്ഷെ കല്യാണം കഴിക്കുന്ന പുള്ളിക്ക് ഇച്ചിരി പ്ലാൻ ഉണ്ട് അല്ലേടാ? ബേബി പ്ലാനിങ് അവനാണ് ബേബി പ്ലാനിങ്. അവന് ഇപ്പൊ കല്യാണം കഴിച്ചൊരു കൊച്ചൊക്കെ വേണമെന്നാണ് അവന്റെ ആഗ്രഹം. വയസ്സ് 19. 18 19 ഓ കെട്ടാൻ കല്യാണം കഴിക്കാം. അപ്പൊ നമ്മളെ ബേബി പ്ലാനിങ് കിട്ടുമ്പം കിട്ടട്ടെ എന്നുള്ള ഇതാണ്. എന്തായാലും ഇപ്പോഴും അങ്ങനത്തെ ഇതൊന്നും ഇല്ല. വരട്ടെ, അതൊക്കെ അതിന്റെ പ്രോസസ് ആയിട്ടല്ലേ രസ. അതേതാ അങ്ങനെയൊന്നുമില്ല. അത് ഒരുപാട് പേര് ക്വസ്റ്റ്യൻ ചോദിച്ചു. അതൊക്കെ നിന്റെ ഇഷ്ടമല്ലേ. അടുത്ത ക്വസ്റ്റ്യനിൽ പുഴുക്ക് ഇവിടെ എന്നാ. ആരോമലിനെ പോലുള്ള മുതലിനെ എവിടെ നിന്ന് കിട്ടി ബ്രോ? മുതലിനെ മുതൽ എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് മുതൽ തന്നെ പറയട്ടെ. മുതലിനെ എവിടെ നിന്ന് കിട്ടിയാ മുതലിന്റെ വീട്ടിൽ. അല്ല പറ, നീ നമ്മളെ കണ്ടതും ഇതൊക്കെ പറ. അതൊരിക്കൽ ഞാൻ ഒരു കടയിൽ ജ്യൂസ് കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സച്ചു ചേട്ടൻ അതിലേ പോണുണ്ട്. അപ്പൊ ആ ജ്യൂസ് കുടിക്കാൻ കയറിയ കടയിലെ ചേട്ടൻ സച്ചു ചേട്ടന്റെ കൂട്ടുകാരനായിരുന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു ചേട്ടൻ എനിക്കൊരു ചാൻസ് തരുമെന്ന്. അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞു വരെ. അങ്ങനെയാണ് പോയത് അഭിനയിക്കാൻ. ഇവൻ ഭയങ്കര സംസാരമാണ്. ഇത് നടക്കുന്നല്ല. അയ്യോ മൈക്ക് കൊടുക്കുമ്പോ ഭയങ്കര പാവം. കടയിൽ നിന്നിട്ട് ഭയങ്കര ചേട്ടാ എന്നോട് അഭിനയിക്കാം. അപ്പൊ എന്റെ ശ്രീകാന്ത് എന്ന് പറഞ്ഞ ചേട്ടനാണ്. അപ്പൊ ആ പുള്ളി പറഞ്ഞിട്ട് ഇവനെ അഭിനയിക്കാൻ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ആദ്യമൊന്നും കാര്യമാക്കി എടുത്തില്ല. ഇത് സാധാ ചെറുക്കന്മാരെന്ന് പറയും കണക്കെന്ന് പറഞ്ഞെന്ന് വിചാരിച്ചു. പിന്നെ രണ്ടാമത് ഇത് കണക്ക് വന്നിട്ട് ചേട്ടാ എന്നെ കൂടി അഭിനയിപ്പിക്കും, അങ്ങനെയാണ് ഞാൻ നിങ്ങളെ ബിഗ് ഫാൻ ആണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതൊക്കെ അടിച്ചു. അപ്പൊ ഞാൻ എന്നാ പിന്നെ ഒരു അവസരം കൊടുത്തപ്പം അവൻ അവൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് അപ്പൊ എന്നെ ഇംപ്രസ് ചെയ്യിച്ചു. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും പിന്നെ അങ്ങ് എടുത്തു അല്ലേ. പിന്നെ ഇവനെ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഈ മുതലിനെയാണ് ആദ്യം കിട്ടിയത്. ഈ മുതൽ എന്റെ പള്ളിയിൽ പറഞ്ഞാണ്. എന്റെ വീട് ലോക്ക്ഡൌൺ ടൈമിൽ പെയിന്റ് അടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പെയിന്റ് അടിക്കാനായിട്ട് വിളിച്ചു വരുത്തിയാണ് അവനെ. അപ്പൊ എന്റെ അനിയനെയാണ് ആദ്യം ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിച്ചത്. അപ്പൊ അവന് വരാൻ വയ്യാത്തതുകൊണ്ട് ഇവനെ വിളിച്ചു. അങ്ങനെ ഇവനെ വെച്ച് ചെയ്യിച്ച്. അപ്പൊ ഇവൻ തലയാട്ടിയും ഇവൻ CBC ആണെങ്കിലും ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു സ്ലാങ് സംസാരിക്കുന്ന ഇവൻ മാത്രമേ ഉള്ളൂ. പിന്നെ ടാർസനെ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളെ ആടലോടകത്തിലെ ഒരു വെബ് സീരീസ്, അത് ടാർസൻ തന്നെ പറയാം. ആടലോടകത്തില് ഒരു വെബ് സീരീസ് അഭിനയിക്കാൻ വേണ്ടിയിട്ട് യവന്മാരടുത്തോട്ട് ഞാൻ വരികയായിരുന്നു. അങ്ങനെ അത് ഒരു 4 ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. ആ 4 ദിവസം കൊണ്ട് നമ്മൾ ഭയങ്കര കമ്പനിയായി. നമ്മുടെ ആടലോടകത്തിൽ ആ ഒരു ഷൂട്ട് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പാലക്കാട് ഒരു കോളേജിൽ നമ്മൾ 4 പേരും കൂടെ ഒരു പ്രോഗ്രാമിന് നമ്മളെ വിളിച്ചു. അപ്പൊ അവിടെ ഒരു 2 ദിവസം നമ്മൾ അവിടെ സ്റ്റേ ചെയ്തായിരുന്നു. അപ്പൊ അന്ന് അവിടെ കിടന്ന് റൂമിൽ കിടന്ന് തമാശ അതും ഇതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് വൈബ് കണക്ട് ആയി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുമിച്ച് തന്നെ ആയിരുന്നു. അതെ. പിന്നെ നമ്മള് ആദ്യമായിട്ട് നമ്മൾ കാണുമല്ലോ, കാരണം ടാർസന്റെ ഒക്കെ ടിക്ടോക്കിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ടാർസനെ ആദ്യമായിട്ട് ഞാൻ കണ്ടപ്പോഴത്തേക്കും ഞാൻ തള്ളേ അവൻ വെള്ളം അടിക്കാരെന്നല്ല കഞ്ചാവ്. അപ്പൊ ഞാൻ ടാർസന്റെ അടുത്ത് ചോദിച്ചു, ടാർസ നിങ്ങള് വെള്ളം അടിക്കോ? കഞ്ചാവായിരിക്കും അല്ലേ? ഐറ്റോ
ഒന്നുമില്ല പക്ക ഡിസ്റ്റൻസ്. അപ്പൊ ഞാൻ ചുമ്മാ പറയണായിരിക്കുമെന്ന് നമ്മുടെ ആദ്യമായിട്ട് കാണേണ്ട ഇതിലെ ചാർസ് ആദ്യം വന്നപ്പോ ഇത് കണക്കൊന്നും അല്ലേ ഇപ്പോഴാണ് ഇങ്ങനെ ഈ സൈഡിൽ ടാർസം വന്നപ്പോൾ ഉള്ള ഫസ്റ്റ് വീഡിയോ നമ്മൾ ഫസ്റ്റ് വീഡിയോ ഫോട്ടോ കാണല്ലേ, സെൽഫിയാണ്, അതും കൂടെ നമ്മൾ കൊടുക്കാം. ടാർസൻ സത്യം പറഞ്ഞ ഒന്നുമില്ല, കാണാനുള്ള ഈ ലുക്കിലായിരുന്നു. അങ്ങനെയല്ല നമ്മളെ കണ്ടപ്പോ എന്ത് തോന്നുന്നു ടാർസന്? എനിക്ക് അത് പറയണോ? ഞാൻ അനീഷിന്റെ കാര്യം ആദ്യം പറയാം. അനീഷിനെ ആദ്യമായിട്ട് ഞാൻ അനീഷിന്റെ വീഡിയോസ് ഒക്കെ കാണാൻ അവൻ മറ്റേ ബേബിയുടെ വീഡിയോ ആണ് ചെയ്യണം. അപ്പൊ അവന്റെ ഫേസ് മാത്രമേ സ്ക്രീനിൽ കാണുള്ളൂ. അപ്പൊ നല്ല കട്ട താടിയും വലിയ മുഖമൊക്കെ ആയിട്ട് ഡോക്ടർ അനീഷ് എന്നൊക്കെ കണ്ടപ്പോ എന്റെ മനസ്സിൽ ഒരു 6-6.5 അടി പൊക്കമൊക്കെ ഉള്ള ഒരു ഒത്ത മനുഷ്യനായിട്ടാണ് വിചാരിച്ചത്. അപ്പൊ ഞാൻ അങ്ങനെ മനസ്സ് പ്രതീക്ഷിച്ചാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇവൻ തന്ന മാപ്പ് ഇട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് വഴി തെറ്റി. അങ്ങനെ ഇവൻ തന്നെ ബൈക്കിൽ ഞാൻ പറയാം അനീഷ എനിക്ക് വഴി തെറ്റിപ്പോയി. അപ്പൊ അനീഷ് പറയും നിങ്ങൾ അവിടെ തന്നെ നില്ല് ഞാൻ വരാന്ന് പറയുമ്പോൾ ഒരുത്തൻ ബൈക്കിൽ വരണം. ബൈക്കിൽ വന്നിട്ട് ഒരു സൈഡിലെ ചന്തി താഴോട്ട് ഇറക്കിയിട്ട് കാല് ഊന്നി നോക്കിയപ്പോ കുറച്ചേ ഉള്ളു. ഞാൻ പറയും അനീഷ നീ ഇത്രേ ഉള്ള പറയാട്ടാ ഞാൻ ചെറുതാണെന്ന് പറയും. അപ്പൊ തന്നെ ഞാൻ എന്റെ സങ്കല്പങ്ങൾ ഫുള്ള് തെറ്റി. ഞാൻ വിചാരിച്ച അനീഷ് ഭയങ്കര വായാടി എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അവൻ വളരെ കുറച്ചേ സംസാരിക്കുള്ളൂ. സച്ചിനെ വിചാരിച്ചെന്ന് വെച്ചാൽ ഇൻട്രോവേർട്ട് എന്നാണ് ഞാൻ വിചാരിച്ചത്. സത്യം പറയാം സച്ചിൻ ഇൻട്രോവേർട്ട്, അധികം സംസാരിക്കില്ല, പിന്നെ വീഡിയോയിൽ മാത്രം സംസാരിക്കണ പയ്യനെന്നാണ് വിചാരിച്ചത്. പക്ഷെ സച്ചു വാതോരാതെ സംസാരിക്കും. അവൻ കാരണം അവൻ വാതോരാതെ സംസാരിക്കുകയും ചെയ്യും. നല്ല രസമാണ് എൻ്റെ കൂടെ സംസാരിച്ചോണ്ടിരിക്കാൻ. അതും എന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റൊരു സംഭവം. പിന്നെ വേറൊന്നും ഞാൻ പറയണില്ല. എവിടെ കിട്ടിയത് അറിയാല്ല. ഞാൻ ലവ് സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് കിട്ടിയാണ്. ഇതുവരെ ഇല്ല, അവരുടെ വിട്ടിട്ടില്ല, വിടത്തുമില്ല അല്ലേ? ഇനി ക്വസ്റ്റ്യൻ വായിക്കാൻ റൊമാൻറ്റിക് നോട്ടോ ഈ സമയം എഡിറ്റ് ചെയ്യുമ്പോ ഇവിടെ ലവ് ഇട്ടൂടെ, ഇവിടെ ഒരു റൊമാൻറ്റിക് ബീജിയം. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരോമലും ബിജോയും അനിയനും ചേട്ടനും ആണോ? എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ്. എവിടെ പോയാലും നമ്മുടെ അടുത്ത് ചോദിക്കും മറ്റേ പയ്യന്റെ അനിയൻ വന്നില്ലേ, ഇത് മറ്റേ പയ്യന്റെ അനിയനാണോ? നമ്മുടെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നതാണ്. സത്യം പറഞ്ഞ ഇവര് തമ്മിൽ യാതൊരു ബ്ലഡ് റിലേഷനും ഇല്ല. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. നമുക്കിത് ഇനി എപ്പോഴും പറയാൻ വയ്യ. ഇത് കാണുന്നവര് ജസ്റ്റ് ചോദിക്കരുത്, ഇനിയെങ്കിലും ചോദിക്കരുത് ഇവർ രണ്ട് അനിയനും ചേട്ടനാണോ എന്ന്. ഇവർ രണ്ടുപേരും അനിയനും ചേട്ടനും അല്ല എന്തായാലും പ്രത്യക്ഷത്തില്. ഇനി ആണോന്നും അറിയാൻ വയ്യ. എനിക്കിട്ട് കൊത്തണുണ്ട്, എനിക്കും ചാൻസ് വരും. ബിജോയ് സത്യം പറഞ്ഞ ട്വിൻസ് ആണ്. ഇവർ ട്വിൻസ് ആണ്. ഇവനൊരു അനിയത്തിയാണ്, ട്വിൻസ് അനിയത്തി. എനിക്കും അങ്ങനെ തന്നെ ഒരു അനിയത്തിയാണ്. അനിയത്തിയുടെ പേരെന്നോടാ? പാറു. പാറു. അവന്റെ അനിയത്തി പാറു. നമ്മൾ ട്വിൻസ് ആണ്. ഞാൻ ബിജോയ്, അവള് ബിൻസി. പക്ഷെ ഇവനാണ് മൂത്തതെന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായി. അല്ലല്ല, അവളാണ് മൂത്തത്. 3 മിനിറ്റിന് മൂത്തതാണ് അവള്. 3 മിനിറ്റ് മൂത്തതാ. 3 മിനിറ്റ് മിനിറ്റുകൾ അനുസരിച്ചാണല്ലേ. എന്റെ അച്ഛന്റെ അടുത്ത് വരെ പോയി ആൾക്കാർ ചോദിച്ചു ഇളയമോ എന്തിനു പഠിക്കണമെന്ന്. അപ്പൊ എന്റെ അച്ഛൻ ഏങ്ങി നിക്കണം, ഇളയമോനാ. അതുപോലെ തന്നെ ഇവ ആദ്യ സമയത്ത് വീഡിയോ ക്ലിക്ക് ആയപ്പോഴേ തൂക്കി തൂക്കി അതുപോലെ തന്നെ ഇവന്റെ ആദ്യ സമയത്ത് ഇവന്റെ NS ഇൻഫെക്റ്റഡ് സോൾ എന്നാണ് ഇവന്റെ ഇൻസ്റ്റാഗ്രാം പേര്. അപ്പൊ നിങ്ങളെ മോൻ NS ഇൻഫെക്റ്റഡ് സോളിന്റെ വീഡിയോസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ഇവന്റെ അച്ഛൻ വായും തുറന്നു നല്ലടാ. എത്ര നാൾ അറിഞ്ഞില്ലല്ലോ നീ? കൊറേ നാൾ അറിഞ്ഞൂടായിരുന്നു വീട്ടില് വീഡിയോ ചെയ്യണമെന്ന്. ഇവന്റെ അച്ഛൻ വിചാരിച്ച ഇവൻ എന്തൊരു അസുഖമാണെന്നത്. NS ഇൻഫെക്റ്റഡ് സോൾ. ഇവന്റെ അനിയത്തി ഏകദേശം ഇവ മുടി വളർത്തി എങ്ങനെയാണ് അതുപോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. അവള് കാണാൻ കൊള്ളാം ഗൈസ്. എന്നെ കൊള്ളു, ഞാൻ കാണാൻ കൊള്ളു. പറയില്ലേ എനിക്ക് പണ്ട് വൃത്തിയില്ലായിരുന്നു. ബിജയ് താടിയൊക്കെ വളർന്നു വരുമ്പോ റെഡി ആവുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ചെറുതായിട്ടൊക്കെ താടി താടിയൊക്കെ ഞാൻ ഇപ്പൊ ആഴ്ചയിൽ ഒരു ദിവസം ഷേവ് ചെയ്യും. 300 രൂപ കല്ല്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസ് ചെയ്യുന്ന ക്യാമറ ഏതാണ്? നല്ല ക്ലാരിറ്റി ഉണ്ട് വീഡിയോ ഒക്കെ. നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാമറ കെനോണിന്റെ EOS-R അല്ലടാ. ഈ ക്യാമറ എന്ന് പറഞ്ഞാൽ എന്റെ കല്യാണത്തിന് വീഡിയോ ഷൂട്ട് ചെയ്ത ക്യാമറയാണ്. അപ്പൊ അവൻ കൊടുക്കാൻ വേണ്ടി വെച്ചപ്പോ അത് ഞാൻ മേടിച്ചു. അത് തന്നെ മേടിച്ചു. അപ്പൊ അതിന്റെ കല്യാണങ്ങൾ ഷൂട്ട് അവൻ അതാ നമ്മളെ കല്യാണം ഷൂട്ട് ചെയ്ത അറിഞ്ഞൂടായിരുന്നോ? ഈ കാര്യം എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇവന്റെ കല്യാണത്തിന് ഷൂട്ട് ചെയ്ത ക്യാമറയാണ് ഇതെന്ന്. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാട്ടാ. അത് തന്നെ. അവൻ ആ പയ്യൻ ക്യാമറ കൊടുക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേക്ക് ഞാൻ പോയി മേടിച്ചതാണ്. എന്റെ കല്യാണത്തിന് ഷൂട്ട് ചെയ്ത അതേ ലെൻസും അതേ ബോഡിയാണ് ഞാൻ മേടിച്ചത്. പിന്നെ എക്സ്ട്രാ ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ 85-ന്റെ ലെൻസും 50mm ലെൻസും ആണ് മേടിച്ചിരിക്കുന്നത്. 1.8. ഷാജഹാൻ മുംതാസിന് വേണ്ടി താജ്മഹൽ കെട്ടിയ ആ പുള്ളിയില്ല, അയാള് കൊന്നുകളയെ കൈവിട്ട് അങ്ങനെ എന്തോ ചെയ്തല്ലോ. എന്റെ കല്യാണം ഷൂട്ട് ചെയ്ത ക്യാമറ ഇനി വേറെ കല്യാണം ഷൂട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കാം. സ്നേഹമുള്ള അത് അങ്ങനെയാ. നോക്കിയപ്പോ ഇല്ല, ഇന്നലെ യൂട്യൂബിൽ ഇതാണ് കണ്ടപ്പോഴത്തേ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് അപ്പൊ എന്റെ ക്യാമറ അതാണ് കാണല്ലോ. അതുകൊണ്ട് അത്രേ ഉള്ളൂ ഗൈസ്. വീഡിയോ ഇട്ടതിന് ശേഷം അത് ഗ്രേഡ് ചെയ്യും.
അപ്പോഴാണ് അതിന്റെ കളർ ടോണും കൂടി കയറി വരുമ്പോഴാണ് അത് ഇത്ര ഭംഗിയാവുന്നത്. നല്ല ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ നിന്റെ കല്യാണത്തിന് വീഡിയോ എടുത്തപ്പോ ക്യാമറ പോലും സ്വപ്നത്തിൽ വിചാരിച്ചാണല്ലോ ഇനി സ്ഥിരം നിന്റെ മുഖം തന്നെ കാണുമെന്ന്. സത്യം. അന്ന് ഫ്രഷ് വാങ്ങാനുള്ള പൈസ എന്റെ കയ്യിൽ ഇല്ലായിരുന്നു. സെക്കൻഡ് കിട്ടിയപ്പോൾ അത് മേടിച്ചു. അപ്പൊ ഇത് എനിക്ക് ക്യാമറ യൂസ് ചെയ്യാനെന്ന് പറഞ്ഞൂടാ. അപ്പൊ അങ്ങനെ നമ്മളെ കയ്യിൽ കിട്ടി ചെയ്ത് പഠിച്ചതാണ്. അപ്പൊ ഇനി അടുത്ത് ഞാൻ മേടിക്കുകയാണെങ്കിൽ സോണിയുടെ ക്യാം ഞാൻ മേടിക്കുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ജീവിതത്തിൽ സംഭവിച്ച വലിയ അബദ്ധം. സച്ചിചേട്ടന്റെ അബദ്ധം മാരേജ് ചെയ്യാൻ കെട്ടിയത്. അത് ഓൾറെഡി അത് അടിച്ചു കഴിഞ്ഞു. എനിക്കെന്തോന്ന് അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. ഞാൻ ഒരു കടയിൽ പോയി ചെരുപ്പ് ഞാൻ ഒരെണ്ണെടുത്ത് ആ മാമൻ വെച്ചു തന്ന ചെരുപ്പ് വേറെ പോയി വീട്ടിൽ ചെന്നപ്പോ അത്രേ ഉള്ളൂ. മാമനോട് അബദ്ധം പറ്റിയത് എനിക്ക് ഓർമ്മ പറഞ്ഞില്ല. കഴിഞ്ഞ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ഞാൻ 4-ോ 5-ലോ പഠിക്കുന്ന സമയത്ത് ഒരു ശനിയാഴ്ച ട്യൂഷൻ ക്ലാസ് ഇരിക്കുകയായിരുന്നു. അപ്പൊ പിരിവാര വന്നു. അപ്പൊ ഞാൻ അന്ന് വേറെ ബുക്കിന്റെ ബാക്കിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോഴത്തേക്ക് ആ പിരിവാര വന്ന് എന്റെ ബുക്ക് എടുത്ത് നോക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഹു ഈസ് അവർ ഫാദർ ഓഫ് നേഷൻ? ഫാദർ എന്നല്ലേ എനിക്ക് നേഷൻ എനിക്ക് അറിയില്ല, ഫാദർ എന്നേ ഞാൻ കേട്ടുള്ളൂ. ഞാൻ പറയാം TV സുരേഷ്, എന്റെ അച്ഛന്റെ പേര് പറഞ്ഞോളൂ. അത് ഞാൻ അന്ന് അതിനുശേഷം ചമ്മി നാറി ട്യൂഷൻ ക്ലാസ്സിലെ പിള്ളേർ ചിരിക്കാൻ തുടങ്ങി. നമ്മൾ മലയാളം മീഡിയം ഉണ്ട്, അല്ലെ ഫാദർ ഓഫ് നേഷൻ എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു. അപ്പൊ ഓക്കെ അത് മാറി. നിനക്ക്? എനിക്ക് ഒരുപാട് അബദ്ധമുണ്ട് അതിനകത്ത്. സെർച്ച് ചെയ്തെടുക്കുന്ന സമയം വേണോ? അല്ല, അതിനകത്ത് പണ്ട് ഞാൻ ഒരു 7th-ലോ 8th-ലോ എന്തോ പഠിച്ച സമയത്ത് നമ്മൾ സാധാരണ ഒരു ഓട്ടോ വരും കൊണ്ടുപോകാൻ വേണ്ടി. അന്ന് പുള്ളി ഇച്ചിരി ലേറ്റ് ആയി പോയി. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, കിട്ടിയ ഓട്ടോയിൽ അങ്ങ് കയറിപ്പോയി. അപ്പൊ ഞാൻ വീട്ടിൽ പറയാൻ വിട്ടുപോയി പോണം എന്നുള്ള കാര്യമേ. അപ്പൊ ഇവര് നോക്കുമ്പോ എന്നെ കാണാനില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോ കുടുംബം മൊത്തം സ്കൂളിൽ വന്നിരിക്കുന്നു. പ്രിൻസിപ്പള്, വൈസ് പ്രിൻസിപ്പൾ, എന്റെ ഫാമിലി മൊത്തം എന്നെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പപ്പ ഒരു ലുങ്കിയെ കൊടുത്ത് അതേപടി വന്നു. അങ്ങനെ എല്ലാരും എന്നെ വഴക്ക് പറഞ്ഞു. ഇതാണ് എന്റെ അബദ്ധം. ഞാൻ സപ്പോർട്ട് ചെയ്യും, കാരണം ഇതിനേക്കാളും ബാലിശമാണ് എന്റെ അബദ്ധം. കഴിയാം നിന്റെ അബദ്ധം. ഇങ്ങനെ പെട്ടെന്നൊരു അബദ്ധം പറയാൻ വന്നപ്പോ ഒന്നും വലിയ അബദ്ധങ്ങളൊന്നും മനസ്സിൽ വന്നില്ല. എന്നാൽ ചെറിയൊരു അബദ്ധം മനസ്സിൽ വന്നു. ഞാൻ +2 പഠിക്കുന്ന സമയത്താണ്. അപ്പൊ എന്റെ വീട്ടിൽ കുറച്ച് റിലേറ്റീവ്സ് ഒക്കെ വന്ന് വീട്ടില് അമ്മ അവർക്ക് ജ്യൂസൊക്കെ മാങ്ങ ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ വന്നതിൽ എന്റെ ഒരു ആന്റിയുടെ മോനുണ്ട്, അവന് ചെറിയ ഓട്ടിസത്തിന്റെ ഒരു ഇതൊക്കെ ഉണ്ട്, ഭയങ്കര നിർബന്ധമാണ്, ഫുഡൊന്നും കഴിക്കൂല. അപ്പൊ അവന് ഇതിനൊക്കെ മാങ്ങ ജ്യൂസ് അടിച്ച് ഒരു വലിയ കപ്പിൽ മാങ്ങ ജ്യൂസ് അടിച്ചിട്ട് ഇവനെ കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു എനിക്കൊന്നും ഒരു 10-12 പേരുണ്ട്. എന്റെ വീട്ടുകാരും വന്ന ഗസ്റ്റ് എല്ലാരും കൂടെ ഒരു 10-12 പേരുണ്ട്. ഈ സമയത്ത് ഞാൻ ഇല്ല, ഞാൻ പഠിക്കാൻ പോയിരിക്കുന്നു. ഈ ജ്യൂസ് കുടിക്കാൻ വേണ്ടിട്ട് അവനെ നിർബന്ധിക്കുകയാണ്. ഇവൻ കുടിക്കല്ല, വേണ്ടെന്ന് പറയും. ഈ സമയത്ത് ഞാൻ പഠിച്ചിട്ട് ബാഗൊക്കെ ആയിട്ട് ഇതിനകത്തുനിന്ന് കയറിയാണ്. അപ്പോഴത്തേക്ക് ആ ആന്റി പറയും, ജ്യൂസ് കുടി ഇല്ലെങ്കിൽ മാമ എടുത്ത് കുടി, മോനെ വാടാ ഈ ജ്യൂസ് എടുത്ത് കുടി. ഞാൻ ഇത് കേക്കേണ്ട താമസം വന്ന് കയറി ചെറുക്കന്റെ ജ്യൂസ് ഫുള്ളെടുത്ത് കുടിച്ചിരിക്കണ. അവിടെ ഇങ്ങനെ 12 പേര് എന്റെ വായു തുറന്നിങ്ങനെ നോക്കണം. അതൊരു ചെറിയ അബദ്ധം. മാമ കുടിക്കുമെന്ന് പറഞ്ഞാൽ കുടിക്കും. കൊച്ചിനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, പക്ഷെ ഞാൻ കാര്യമായിട്ട് എടുത്തത്. എനിക്ക് പറയാനാണെങ്കിൽ എനിക്ക് ഇഷ്ടംപോലെ അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അതിന്റെ കൊച്ചിലെ ഒരു അബദ്ധം പറ്റിയിട്ടുള്ള എന്നെക്കാളും അബദ്ധം പറ്റിയ നിന്റെ അച്ഛനാണ്. നിന്റെ കൊച്ചിലത്തെ പറഞ്ഞാ ആ കൊച്ചിലത്തെ അബദ്ധം എന്ന് പറഞ്ഞാൽ കൊച്ചിലെ എനിക്ക് കുറെ കളിയാക്കലിട്ടുണ്ട് സ്കൂളില്. വേറെ ഒന്നുമില്ല, ബോയ്സ് ടോയ്ലറ്റിന് പകരം ഗേൾസ് ടോയ്ലറ്റ് കയറിപ്പോയി. അത് അറിഞ്ഞൂടാത്ത പ്രായത്തിൽ പറ്റണം. അതാണ് ഒരു അബദ്ധം. അത് അബദ്ധമല്ല, കഴപ്പ. അല്ല, അത് അബദ്ധം പറ്റിയത്. അത് തന്നെയാണ് എന്റെ അബദ്ധം. അല്ല, ഇവന്റെ അബദ്ധം, ആ അബദ്ധം അവൻ ഇപ്പോഴും തുടരുകയാണ്. അവന് ഇഷ്ടമാണ് ആ അബദ്ധം. ഇപ്പൊ സിനിമ തിയേറ്ററിലൊക്കെയാണ്. ലേറ്റസ്റ്റ് എന്നറിയാമോ, ഇവ ഒരു കാറ് മേടിച്ച് 35,000 രൂപ. ഒരു മാരുതി പോലെ ഇരിക്കും സാധനം, ഫുള്ള് ഒരു ആക്രി വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനമേ ഉള്ളൂ. ആ വണ്ടി ഒരു ദിവസം ചെളിയായപ്പം കഴിവണം. അപ്പൊ ഈ പുള്ളി സബീന പൊടിയും സ്ക്രബ്ബർ ഇട്ട് വണ്ടി ഫുള്ള് അഴിച്ച് തേച്ച് അതങ്ങോട്ട് ഒരച്ച് കഴുകി വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഫുൾ സ്ക്രാച്ച് വണ്ടി, ഫുൾ വേറെ ഡിസൈൻ ആയി. പിന്നെ വേറൊരു ഇതുണ്ട്, ഇവന്റെ വണ്ടി അങ്ങനെ പുച്ഛിക്കൊന്നും വേണ്ട. നമ്മൾ ഈ വെയിലത്തൊക്കെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ സൂക്ഷിക്കണം. കാരണം നമ്മുടെ കാറിന്റെ അടിയിൽ ഈ വെയിൽ കാരണം പട്ടിയും പൂച്ചയൊക്കെ വന്ന് കിടക്കാറുണ്ട്. അപ്പൊ നമ്മൾ വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് അടിയിലോട്ട് ചെക്ക് ചെയ്യണം. പക്ഷെ ഇവന്റെ വണ്ടിയിൽ നമുക്ക് കയറുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യണം, അകത്ത് കയറിയിട്ട് ഒരു ഓട്ടമുണ്ട്, അതുവഴി നോക്കാൻ വല്ല പട്ടിയെ പൂച്ചുണ്ടെങ്കിൽ അതുവഴി എന്നെ കൈയിട്ട് വണ്ടിച്ചു.
പിന്നെ ഇവന്റെ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മള് അതിന്റെ അകത്ത് കയറി ഇരിക്കുമ്പോഴത്തേക്ക് കൈ വല്ലതും തട്ടിയാൽ നമുക്ക് സെപ്റ്റിക് ആവും. പിന്നെ ഒരു മരിച്ചിനി കമ്പോൾ ഒരു സാധനം ഉണ്ട്, ഗിയർ സാധനം. അതിന്റെ അടിയിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മരിച്ചിനി കാണുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇവന്റെ കാറ് സ്പീഡിന് ഓടിക്കാൻ പറ്റില്ല. ഇവന്റെ സ്പീഡിന് ഓടിച്ച ഇവന്റെ 2 മിറർ ഉണ്ടല്ലോ, 2 മിറർ അടിച്ചടിച്ച് കാറിന് പറന്നു കളയും. ഇതെല്ലാം ഫണ്ണായിട്ട് എടുക്കണം ഗൈസ്. ഇവന്റെ വണ്ടിക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല. തേര് കയറിയ സമയത്തെ ഒരു കല്ലിന്റെ പുറത്ത് മറ്റേ പിള്ളേര് മറ്റേ കളിക്കുന്ന സാധനം സ്ലൈഡർ, അതിനെന്ത് പറയൂല, പൊങ്ങിയും താന്നിരിക്കണ സീസോ. അപ്പൊ ആ കല്ലിന്റെ പുറത്ത് ഇങ്ങനെ ഇരിക്കണം എന്റെ വണ്ടി. അവസാനം ഹിന്ദിക്കാരൻ വന്ന് കൊടുത്താണ് വണ്ടി സ്റ്റാർട്ടായ. ഇതെല്ലാം ഫണ്ണാണ്. ഈ മറ്റേ വണ്ടി കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇരുമ്പിന്റെ സ്ക്രബ്ബർ ഇട്ടൊന്നും അല്ല പിടിച്ചത്, മറ്റേ ഫൈബറിന്റെ സ്ക്രബ്ബർ ഉണ്ട്. അപ്പം ഇത് ഞാൻ ഒരു മരത്തിന്റെ മുകളിലാണ് വണ്ടി ഉണ്ട്. അപ്പൊ അതിന്റെ വീഴുന്ന ഫുൾ അഴുക്കായിരുന്നു. അപ്പൊ ഞാൻ നോർമൽ സ്പോഞ്ച് ഇട്ട് പിടിച്ചിട്ട് പോയില്ല. അപ്പം ഞാൻ ഒരു സ്ക്രബ്ബർ ഇട്ട് പിടിച്ചു നോക്കി, അത് ഫൈബറായിരുന്നു. അത് ചെറുതായിട്ട് കുറച്ച് സ്ക്രാച്ച് ആയി ഞാൻ പെയിന്റിംഗ് കൊണ്ട് കൊടുത്തു. വേറെ കുഴപ്പമൊന്നുമില്ല. അല്ലാതെ യവന്മാർ ഈ പറഞ്ഞ എല്ലാം കഥയാണ്. വണ്ടി ഇങ്ങനെ നിന്ന് ആടിയെന്ന് അതിന് 2 വിറ്റിന് ചിരിയാൻ വേണ്ടി കാണിക്കണേ. വണ്ടി ഇങ്ങനെ നിക്കണം. മഴയത്തവൻ കാറിൽ ഒറ്റയ്ക്ക് പോകില്ല, ഒരാളെ കൂടെ പിടിച്ച് ഫ്രണ്ട് എടുത്ത് സത്യം നിങ്ങൾക്ക് സത്യം പറഞ്ഞാ നിങ്ങളിത് കഥയാണെന്ന് വിചാരിക്കും. സത്യം പറഞ്ഞല്ല, ഇവന്റെ കാറ് കണ്ടു കഴിഞ്ഞാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഒരു ദിവസം നോക്കിയപ്പോ റൈസ് ഭയങ്കര ഇത് വീൽ ചെയറിൽ പോണ മാവന്റെ കൂടെ 20 പിടിക്കണ്. വണ്ടിയുടെ പേര് സ്പീഡ് 100 എന്നാണ്. 30 മേളിൽ കയറാൻ പറ്റൂല, കയറൂല വണ്ടി. കയറി കഴിഞ്ഞാൽ വണ്ടി ഓഫ് ആവും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ബിഗ്ഗസ്റ്റ് ഫിയർ ഇൻ യുവർ ലൈഫ്? നമ്മളുടെ ഒരു പേടി, അത് നമ്മൾ ആരടുത്തും പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ നമുക്ക് എപ്പോഴെങ്കിലും ആ ഒരു സാഹചര്യം മുതലെടുക്കും. നമ്മളുടെ പേടി ഇതാണെന്നുള്ള വെച്ച് നമ്മൾ മുതലെടുക്കും. അതുകൊണ്ട് നമ്മളുടെ പേടി എന്നുള്ള സംഭവം അത് ആടുത്ത് പറയാതെ ഷെയർ ചെയ്യാതിരിക്കുക മാക്സിമം. അപ്പൊ അത് ഒറ്റ വാക്കിൽ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടാർസന്റെ ജോബ് എന്താണ്? ജോബ് ഉണ്ടായിരുന്നു ബ്രോ. എനിക്ക് ഒരു വസാക്ക ഇവന്റ്സ് എന്ന് പറയുന്ന ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ടായിരുന്നു. നമ്മൾ ഒരുവിധമുള്ള എല്ലാ ഇവന്റും എടുത്ത് എല്ലാ ടൈപ്പ് ഇവന്റും എടുത്ത് ചെയ്യും. അതായിരുന്നു എന്റെ പരിപാടി. പിന്നെ ഒരു ഫിറ്റ്നസ് സെന്റർ ഉണ്ടായിരുന്നു, ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ചെയ്തത്. ഇതായിരുന്നു നമ്മുടെ വരുമാന മാർഗം. ലോക്ക്ഡൌൺ ആയപ്പോഴത്തേക്ക് എല്ലാം സ്റ്റോപ്പ് ആയപ്പോഴത്തേക്ക് തമാശക്ക് ഇത് തുടങ്ങിയതാണ്. അപ്പൊ പിന്നെ ഇതിൽ നിന്ന് വരുമാനം വരാൻ തുടങ്ങിയപ്പോൾ അതൊന്ന് സ്റ്റോപ്പ് ചെയ്തു. എല്ലാ വള്ളത്തിലും കൂടെ ഒരുമിച്ച് കാല് വെച്ചാൽ ശരിയാവത്തില്ല എന്ന് വിചാരിച്ചിട്ട്. കേരള പോലീസിൽ ജോബ് സെറ്റായോ? ഇല്ല. കാരണം ഏപ്രിൽ 13 കഴിഞ്ഞപ്പോഴത്തേക്കും അതിന്റെ ലിസ്റ്റ് ക്യാൻസലായി. പലർക്കും, അതായത് എന്റെ ബന്ധുക്കൾക്കിടയിൽ പലർക്കും, എന്റെ അല്ല ഇവളുടെ ബന്ധുക്കൾക്കിടയിൽ പലർക്കും ഡൗട്ടായിരുന്നു. അവൻ പോലീസിന്റെ ജോലി പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചത്. ഞാൻ ഒരിക്കലും ഇവളുടെ വീട്ടിൽ പോയിട്ട് എനിക്ക് പോലീസിലാണ് ജോലി ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് ലിസ്റ്റിലുണ്ട്, പക്ഷെ ലിസ്റ്റിലുണ്ട്. നമ്മളിപ്പോ വേറെ വരുമാന മാർഗം ഉണ്ടല്ലോ, അപ്പം അതുകൊണ്ടാണ് എന്നെ കെട്ടിച്ച് കൊടുത്തത്. അപ്പം ഇവരെ പോലീസാണെന്നും പോലീസ് കിട്ടും എന്ന് പറഞ്ഞൊന്നുമല്ല. പോലീസ് ആയാലും ആയില്ലെങ്കിലൊക്കെ നമ്മൾ ഓൾറെഡി ഇഷ്ടത്തിലാണ്. അപ്പൊ ഏതായാലും എന്തായാലും കെട്ടിച്ചു കൊടുക്കും. അപ്പൊ ഇവരെ ഫാമിലിയുള്ള പോലെ ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. അയ്യോ ജോലിയൊന്നും ഇല്ല, അവൻ ലിസ്റ്റിലുണ്ടോ എന്നൊക്കെ. ഞാൻ ഇടുക്കിയിലായിരുന്നു ഞാൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 736 റാങ്കോ എത്രയാണ്, അതാണ് എന്റെ റാങ്ക്. അപ്പൊ ഞാൻ ഫിസിക്കലും കാര്യങ്ങളെല്ലാം പാസ്സായി. അപ്പൊ അങ്ങനെയാണ്. കാരണം 4-5 വർഷത്തെ വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ ഇവരെടുത്തില്ല. നിങ്ങളെല്ലാം അറിഞ്ഞിട്ടുണ്ടല്ലോ, സമരവും കാര്യങ്ങളും നടന്നിട്ട് എടുത്തില്ല. പകുതിയല്ല, ഒരു 21% എന്തോ ആണ് പോസ്റ്റിംഗ് നടന്നിട്ടുള്ളൂ. അപ്പൊ ബാക്കിയെല്ലാം പോയി. അതിനുശേഷം ഞാൻ പിന്നെ എന്റെ അവസാനത്തെ PSC എക്സാം ആണ്. ഇനി ഞാൻ അങ്ങോട്ട് എഴുതുന്നുമില്ല. ഗവൺമെന്റ് ജോലിയോട് ഒരു താല്പര്യം ഇനിയില്ല. അത്ര തന്നെയാണ്. അത് ക്യാൻസലായി. എന്റെ ഒരു ഡ്രീം ആയിരുന്നു എനിക്ക് പോലീസ് ജോലി കിട്ടണം, ഒരു സർക്കാർ ജോലി വേണമെന്നുള്ളത്. ഞാൻ അതിന് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ലിസ്റ്റിൽ വരാൻ പറ്റി. ജോലി കിട്ടിയില്ല, ലിസ്റ്റിൽ വരാൻ പറ്റി. കാരണം അപ്പൊ പഠിച്ചത് എനിക്ക് പാഴായിട്ടില്ല. എനിക്ക് ലിസ്റ്റിൽ വന്നില്ലായിരുന്നെങ്കിൽ മാത്രം സങ്കടം ഉണ്ടായിരുന്നു. അപ്പൊ ലിസ്റ്റിൽ വന്നു. അപ്പം ഹാർഡ് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും PSC പലർക്കും കിട്ടുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും. അത് ഡിപ്പെൻഡ് ആണ്. പക്ഷെ ലിസ്റ്റിൽ വരാൻ നമ്മളെ കൊണ്ട് പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂട്യൂബർ ആകുന്നതിന് മുമ്പുള്ള ലൈഫ്, ഇപ്പോഴുള്ള ലൈഫ് ചേഞ്ച് എങ്ങനെയാണ്? യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മളെല്ലാ പണി, കൂലിപ്പണി, ഇലക്ട്രീഷ്യൻ പണി, പ്ലംബിങ്, എല്ലാ പണിക്കും ഞാൻ പോകുമായിരുന്നു. പിന്നെ അതുപോലെ അതിന് മുമ്പായിട്ട് ഞാൻ PSC ആയിരുന്നു എന്റെ ലക്ഷ്യം. അപ്പോൾ ഞാൻ അവിടെ സമയം കിട്ടുന്ന സമയത്തൊക്കെ ഈ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് കേൾക്കുമായിരുന്നു. അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. വരുമാനമില്ല, മെയിൻ ഒന്നാമത്തെ കാര്യം വരുമാനമില്ല. വീട്ടിൽ ചോദിക്കാൻ ഒരു മടിയാണ്. അതാണ് മെയിൻ. എന്റെ വീട്ടിൽ അച്ഛനും അമ്മയ്ക്ക് ജോലി ഉണ്ടെങ്കിലും എന്റെ അമ്മയ്ക്ക് അമ്മേടേതായിട്ടുള്ള കടമുണ്ട്, അച്ഛൻ്റെതായിട്ടുള്ള കടങ്ങളും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ കുറച്ച് ഫാമിലി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇതൊക്കെ കണ്ടു നിൽക്കുന്ന
ജീവിക്കുന്നതുകൊണ്ട് എനിക്ക് പൈസ ചോദിക്കാൻ തോന്നിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻ്റെതായിട്ടുള്ള വഴിക്ക് ഞാൻ ജോലിക്കും കാര്യങ്ങളും പോകും. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ സമയം കിട്ടുമ്പോൾ പഠിക്കുകയും ചെയ്യുമായിരുന്നു. ഹാർഡ് വർക്കിംഗ് ഉണ്ടായിരുന്നു. ഒരു ദുരിതമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇത്. വന്നതിന് ശേഷം നമ്മൾ പൈസ വരുമ്പോഴത്തേക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച്, അത് ആരായിരുന്നാലും ചേഞ്ച് ആവും. അങ്ങനെ വന്ന മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞത്. എന്റെ ലൈഫ് എനിക്ക് ഇപ്പം കിട്ടിയിരിക്കുന്ന എല്ലാം ബോണസാണ്. ഒരുപാട് കൂട്ടുകാരന്മാര്, അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞു. ഈ ഒരു മേഖല വന്നതിന് ശേഷം എന്റെ കല്യാണം കഴിഞ്ഞു. എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് എൻ്റെ അടുത്തുണ്ട്. അപ്പൊ എനിക്ക് ഇത് തന്നെയാണ് എന്നെ മരണം വരെ ഞാൻ ആഗ്രഹിക്കുന്നത്. അത്രേ ഉള്ളൂ. ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ എനിക്ക് അങ്ങനെ തന്നെ വേണം. ഹാപ്പി ആയിട്ടിരിക്കണം, അത്ര തന്നെയാണ്. അപ്പൊ അത് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് പലപ്പോഴും എൻ്റെ കൊച്ചിലെ എനിക്ക് കിട്ടുന്ന പല കാര്യങ്ങളുണ്ട്. അത് ചിലപ്പോൾ ബാലിഷ്യമാണ്, പക്ഷെ എനിക്കത് ഈ ഒരു സാഹചര്യത്തിൽ എനിക്കത് വാങ്ങാനും പറ്റുന്നുണ്ട്, നേടാനും പറ്റുന്നുണ്ട്. അപ്പോൾ കൊച്ചിലെ കിട്ടുന്ന പല കാര്യങ്ങളും ഞാൻ ഇപ്പോഴും വാങ്ങിക്കാറുണ്ട്, പ്ലേ സ്റ്റേഷനും കാര്യങ്ങളും. അപ്പൊ എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മേടിക്കും. കൊച്ചിലെ ആഗ്രഹിക്കുന്ന സാധനങ്ങൾ ഇപ്പൊ നിക്കണമെന്നും ദൈവമേ ഇത് അപ്പൊ കിട്ടിയിരുത്തേക്ക്. എന്നാലും ഞാൻ ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ വാങ്ങിച്ചോണ്ട് വരും. എന്റെ ലൈഫിലെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാം ലേറ്റ് ആയിട്ടേ കിട്ടിയിട്ടുള്ളൂ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. പല കാര്യങ്ങളും നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷെ അതെല്ലാം കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ടാർസന്റെ അടുത്തേക്ക് എനിക്ക് ഇതിലോട്ട് വരുമ്പോഴും അതിനു മുമ്പും എൻ്റെ ലൈഫിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എനിക്ക് പണ്ടും ഞാൻ ഹാപ്പി തന്നെയാണ്, ഇപ്പോഴും ഹാപ്പി തന്നെയാണ്. ഏകദേശം ഒരേപോലെ തന്നെയാണ്. ചില വ്യത്യാസങ്ങളെന്ന് വെച്ചാൽ പുറത്തു പോകുമ്പോൾ കുറച്ചൊരു അറിയുന്നു, സന്തോഷത്തോടെ നോക്കി മുഖത്ത് നോക്കി ചിരിക്കുന്നു, കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നു, അതൊക്കെ തന്നെയാണ്. അല്ല വേറെ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു വ്യത്യാസമായിട്ടൊന്നുമില്ല. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് പലരും വന്നിട്ട് അഭിപ്രായങ്ങൾ പറയും. അത് നമ്മളെ കൂടുതൽ പ്രചോദനം ചെയ്യുന്നുണ്ട്. കാരണം നമ്മളെ വീഡിയോ കണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. കാരണം നമ്മൾ ഐഡിയയിൽ തോന്നുന്ന സാധനമാണ് നമ്മൾ വീഡിയോയിൽ ചെയ്തു വയ്ക്കുന്നത്. അതായത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, അപ്പൊ അത് കൺവേ ചെയ്ത് അപ്പൊ അത് പലർക്കും കറക്റ്റ് ആയിട്ട് വന്നിട്ട് നമ്മുടെ അടുത്ത് പറയാറുണ്ട്, വീഡിയോസ് ഒക്കെ കൊള്ളാം. പിന്നെ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വിലകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, പഠിച്ചോണ്ടിരിക്കുകയാണ്. പിന്നെ വീഡിയോയിൽ വന്നതിന് ശേഷം കുറെ പേര് അറിയുന്നുണ്ട്. പണ്ട് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നല്ലതപ്പോ എന്ത് വായ അല്ല, എനിക്ക് മുമ്പ് നമുക്ക് അങ്ങനെ എടുത്ത് പറഞ്ഞിട്ട് മുമ്പ് നമ്മൾ പഠിക്കുകയാണ്. ഇപ്പോഴും ഞാനും ആരോണിന്റെ കാര്യം പറയുകയാണ്, പഠിക്കുകയാണ്. അപ്പം മുമ്പത്തേൽ അപേക്ഷിച്ചാണെങ്കിൽ നമ്മൾ സ്കൂളിൽ പോകണമായിരുന്നാലും ക്ലാസ്സിന് പോകുമ്പോഴും എല്ലാവരും നോക്കി ചിരിക്കും, എല്ലാവരും ഒന്ന് സംസാരിക്കും, ഫോട്ടോ എടുക്കും, എല്ലാവർക്കും നമ്മൾ അറിയാം. മുമ്പാണെങ്കിൽ നമ്മൾ ആർക്കും അറിഞ്ഞുകൂടാ. സ്കൂളിൽ അതൊരു പയ്യൻ വന്ന് പഠിക്കുന്നു, പോകുന്നു, ഇല്ല, ആ ഒരു ഇത്. അതാണ് വ്യത്യാസമായിട്ട് എനിക്ക് വന്നത്. പിന്നെ കുറെ കാര്യങ്ങൾ നേടാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് ഐഫോൺ വാങ്ങണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹം, അത് എനിക്ക് നേടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത് സാധനങ്ങൾ കിട്ടിയിട്ടുള്ളത് യവനൊക്കെയാണ്. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. കേട്ടില്ലേ? ഈ കൊച്ചു പ്രായത്തിൽ തന്നെ എനിക്ക് അവനെ പോലെ ഐഫോൺ വാങ്ങണമെന്നുണ്ട്, പക്ഷെ അതിപ്പോ കിട്ടിയിട്ടില്ല. അല്ല, നീ 10-ലല്ലോ, 10 പാസ്സായല്ലേ ഉള്ളൂ. നമ്മൾ ഈ 10ാം ക്ലാസ് പാസ് ഒരു പ്രത്യേക സൈക്കിള്. ഞാൻ 26ാമത്തെ വയസ്സുള്ള ഒരു ഐഫോൺ ഉണ്ടോ? ഞാൻ ടാർസന്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ +2 കഴിയണതിന് മുമ്പ് ഐഫോൺ എടുത്തേക്കും. അതൊക്കെ പണ്ട് ബന്ധുക്കൾക്കൊക്കെ പണ്ട് പട്ടി വിലയായിരുന്നു അല്ലേ? എല്ലാവർക്കും നമ്മളെല്ലാരും അങ്ങനെയാണ്. പക്ഷെ ഇപ്പം ബന്ധുക്കൾക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. അത് ഇപ്പോഴും അങ്ങനെയാണ്. കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ പ്രശ്നം. പക്ഷെ ഇപ്പം എല്ലാവർക്കും ഭയങ്കര ഒരു മതിപ്പാണ് നമ്മൾ വരുമ്പോ. നിന്റെ ബന്ധുക്കൾക്ക് ഇപ്പോഴും അങ്ങനെയൊക്കെ. എന്റെ ബന്ധുക്കൾക്കും പണ്ടും എന്നെ ഇഷ്ടമില്ല, ഇപ്പോഴും എന്നെ ഇഷ്ടമില്ല. പക്ഷെ കൊറേ അത് കൈയിരിപ്പുണ്ട്. ചോദിച്ചു വാങ്ങണമെന്ന് കേട്ടുണ്ട്. അതാണിത്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. യുവർ നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ്? ടാർസൻ തന്നെ തുടങ്ങി. ടാർസനാണ് കുറച്ചും കൂടി ഇനി ഫ്യൂച്ചർ. അത് പറയും അടുത്ത് എനിക്ക് ഒരു സിനിമ ചെയ്യണം, സിനിമ എഴുതി ഡയറക്ഷൻ ചെയ്യണം, ആ പടം എല്ലാരും കാണണം. അതാണ് എന്റെ ഒരു ഫ്യൂച്ചർ. എനിക്ക് അതും കൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ ആഗ്രഹിക്കാനൊന്നുമില്ല. പടം ഇറങ്ങി റിലീസായി വിജയിക്കുന്നതിന്റെ പിറ്റേന്ന് ഞാൻ തൂങ്ങി നിൽക്കണം. എനിക്ക് ഫ്യൂച്ചറിൽ ഞാൻ കുറെ സാധനം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒന്നും ഇതുവരെ നടന്നിട്ടില്ല. മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പൊ ഈ ഒരു മേഖലയിൽ വന്നതിന് ശേഷം ഒരു കാർ എടുക്കണമെന്നുള്ളത് എന്റെ ഒരു പ്ലാൻ ആയിരുന്നു. അതെനിക്ക് നടന്നു. ഇനി അടുത്ത് എന്റെ ഒരു പ്ലാൻ, അല്ല, അതിന് മുമ്പ് ക്യാമറ എടുക്കണമെന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കാറ്. ഇനി അടുത്ത് എനിക്കൊരു സ്റ്റുഡിയോ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. കാരണം ഇപ്പം പോലും നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്ന സ്ഥലം, എന്റെ വീട്ടിൽ സ്പേസ് ഇല്ല, ഭയങ്കര കൺജസ്റ്റഡ് ആണ്. ഇപ്പൊ വന്നിരിക്കുന്ന സ്ഥലം പോലും ഞാൻ റെന്റിന് എടുത്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്, നമ്മൾ ഈ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലൊരു നല്ലൊരു സ്റ്റുഡിയോ എൻ്റെ വീട്ടിൽ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. പിന്നെ അതുപോലെ തന്നെ ടാർസൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയിൽ മെയിൻ നായകനായിട്ട് അഭിനയിക്കണം, സിനിമ ഡയറക്റ്റ് ചെയ്യണം. അപ്പോൾ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഓരോ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം പഠിച്ച് നമുക്ക് നമ്മുടെ സമയമാകുമ്പോൾ എത്തും.
എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ്. കാരണം ലൈഫിലൊന്നും വിചാരിക്കാത്ത കാര്യങ്ങളാണ് ലൈഫിൽ നടക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള നടക്കും. ഞാൻ എൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. എത്തേണ്ട അടുത്തൊക്കെ എപ്പോഴേലൊക്കെ എത്തും. ഇപ്പം എൻ്റെ ഉള്ള അടുത്ത് എന്തായാലും സ്റ്റുഡിയോ ഓർഡർ ചെയ്യണം, സിനിമയിൽ അഭിനയിക്കണം. അത് തന്നെയാണ്. എനിക്കൊരു സിനിമയിൽ അഭിനയിക്കണം, അതാണ് എന്റെ ആഗ്രഹം. അഡ്മിഷൻ കിട്ടിയോ പ്ലസ് കഴിഞ്ഞിട്ട്? അത് കിട്ടുള്ള ഫ്യൂച്ചർ പ്ലാൻ അല്ലേ? എനിക്ക് ഒരു സിനിമയിൽ അഭിനയിക്കണം കേസ്, അതാണ് എന്റെ ഫ്യൂച്ചർ പ്ലാൻ. ഫ്യൂച്ചർ പ്ലാൻ കല്യാണം? കല്യാണമൊക്കെ അങ്ങനെയൊന്നും ഇല്ല. പ്ലാനാണ് അതൊക്കെ. കല്യാണം, ഒരു കൊച്ച്, നിന്നെ പോലെയുള്ള ഒരു 3-4 എങ്കിലും പഠിക്കുള്ളൂ പാടത്ത്. എനിക്ക് അങ്ങനെ സിനിമയിൽ അഭിനയിക്കണം. എനിക്ക് ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്ലാൻ ഉണ്ട്, അത് പക്ഷെ നടക്കോ ഇല്ലെന്നു പറഞ്ഞൂടാ. എനിക്ക് എന്റെ വീടിന്റെ ഫ്രണ്ടില് കുറച്ച് ഭാര്യമാര് വേണമെന്നായിരിക്കും. അല്ല, എന്റെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് എനിക്കൊരു ട്രിവാൻഡ്രത്ത് അറിയപ്പെടുന്ന ഒരു റെസ്റ്റോറന്റ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അത് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും. അവിടെ ഇരുന്ന് തിന്നണം. റെസ്റ്റോറന്റ് ആകുമ്പോ എന്ത് കയറി കഴിക്കാമല്ലോ. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഗോയിങ് വിത്ത് ദ ഫ്ലോ. കാരണം നമ്മള് ഇതുവരെ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് എല്ലാം നടന്നിട്ടുള്ളത്. അപ്പൊ ഇനിയും പ്രത്യേകിച്ച് പ്ലാൻ ചെയ്താൽ വലുതായിട്ട് നടക്കുമോ എന്നുള്ള ഡൗട്ട് പറഞ്ഞു. അത് അതായത് വേറെ സ്ഥലത്തൊക്കെ ഒന്ന് എന്താണ് എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. കാരണം നമ്മള് എന്നും കാണുന്ന സ്ഥലമല്ലേ, അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഒക്കെ മാറി എന്തൊക്കെയായിരിക്കും ഒരു നമ്മളൊരു പിന്നെ ഗോയിങ് വിത്ത് ദ ഫ്ലോ, അത്രേ ഉള്ളൂ. നെക്സ്റ്റ്, നിങ്ങളുടെ ഇൻസ്പിറേഷൻ ആരാണ്? ഇൻസ്പിറേഷൻ അല്ല, ഞാൻ ഇത് ഒരു ഓൺ വോയിസ് ഒക്കെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കണ്ടത് റാഫി എന്ന് പറഞ്ഞ പുള്ളിയുടെ വീഡിയോ ആണ് ആദ്യം ടിക്ടോക്കിൽ കാണുന്നത്. അവിടെയാണ് ഓൺ വോയിസിൽ വീഡിയോ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ കണ്ടത്. പിന്നെ ഞാൻ കുറച്ചും കൂടി കണ്ടു പഠിച്ചത് അലക്സ് എന്ന് പറഞ്ഞ എൻ്റെ ചേട്ടനുണ്ട്, ലെറ്റ്സ് ഗോ വിത്ത് അലക്സ്. ഇപ്പം മറ്റേ സഞ്ചാരത്തിന്റെ ഇതിൽ കാനഡയിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന. അപ്പൊ പുള്ളിയുടെ ചാനലിലാണ് ആദ്യമായിട്ട് ഞാൻ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് കുറെ സാധനങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ആ പുള്ളിയുടേതായിട്ടുള്ള ഹാർഡ് വർക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം ആ ചേട്ടന്റെ ലാപ്പില് ഗ്രാഫിക് കാർഡില്ല. അതെന്ന് പറഞ്ഞാൽ ഒരു എഡിറ്ററെ സംബന്ധിച്ച് ആ സാധനം നല്ല സ്പീഡ് വേണം സിസ്റ്റം. അപ്പോൾ ആ സാധനം ഒട്ടും സ്പീഡില്ലാത്ത സാധനത്തിൽ ആ ചേട്ടൻ ഇരുന്ന് 20-30 മിനിറ്റുള്ള സാധനം എഡിറ്റ് ചെയ്യണം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെതുള്ള ഹാർഡ് വർക്കിൽ ആ ഒരു യൂട്യൂബ് ചാനലിൽ പൊങ്ങി വന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ടാൽ കയറി വരാൻ പറ്റുമെന്നുള്ളത്. പിന്നെ ചേട്ടൻ കാനഡയിൽ പോയതിനു ശേഷമാണ് ഞാൻ സിംഗിളായിട്ട് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിന്ന് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ അലക്സാണ്ടറാണ്. ടാർസൻ എങ്ങനെ? എനിക്കങ്ങനെ ഇൻസ്പിറേഷൻ ഒന്നുമില്ല. ഇപ്പം വേണമെങ്കിൽ നമുക്ക് ബേസിൽ ജോസഫിനെ പറയാം. കാരണം പുള്ളിക്കാരൻ നമ്മളെപ്പോലെ ഷോർട്ട് ഫിലിമൊക്കെ എടുത്തിട്ട് ഇപ്പം മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ വന്ന് ഇപ്പം അത്യാവശ്യം ആക്ടിങ് ലെവലാണെങ്കിലും ഡയറക്ഷൻ ലെവലാണെങ്കിലും മുൻനിരയിൽ തന്നെ ഉണ്ട്. അപ്പം എനിക്കും പുള്ളിയെ കാണുമ്പോൾ മനസ്സിനൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. അപ്പം ഇപ്പോൾ ബേസിൽ ജോസഫാണ്. എനിക്ക് മുമ്പേ അങ്ങനെ ആരെയും എനിക്ക് ഇൻസ്പിറേഷൻ ഒന്നും വന്നിട്ടില്ല. ബോബ് മാർലി. എനിക്കങ്ങനെ ഇൻസ്പിറേഷൻ എന്ന് പറയാനായിട്ട് ആരുമില്ല ഗൈസ്. എനിക്കും അങ്ങനെ ആരൊന്നും ഇല്ല. തൽക്കാലത്തേക്ക് സജ്ജനാണെന്ന് പറയാം. പുള്ളിക്കാരൻ നല്ല ആളാണ് കേട്ടോ. നാളെ തൊട്ട് 30 വീഡിയോയിൽ വരില്ല. പറ്റൂല. സൂപ്പർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവരുടെയും റിയൽ നെയിം എന്താണ്? എന്റെ നെയിം മേഘ സുനിൽ, എസ് സുനിൽ. സന്ദീപ് SP. ഇതാണ് വിറ്റ് പേര്. യദുകൃഷ്ണൻ BS. ബേസിക് സയൻസ് ആണോ BS? സുബിൻ SB. എന്റേത് ഇത് നീളമുള്ള പേരാ, ബിജോയ് വിജയേന്ദ്ര കുമാർ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഒറിജിനൽ പേര്. ഇതുവരെയുള്ള ഈ യൂട്യൂബ് യാത്രയിൽ നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ വേറെ ഒന്നുമല്ല. ഇത് തന്നെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഇരിക്കുമ്പോഴത്തേക്ക് ഭയങ്കര നിശബ്ദതയായിരിക്കും. ക്യാമറ ഓൺ ആകുമ്പോൾ എവിടെ നിന്നില്ലാത്ത കാക്കയുടെ ശബ്ദം, തൊട്ടപ്പുറത്ത് ടൈൽസിന്റെ പണി കിടക്കുന്ന സൗണ്ട്. ഒരു തവണ നമ്മളൊരു ഈ സൗണ്ട് കാരണം നമ്മൾ വേളി പാലത്തിന്റെ അടിയിൽ പോയി, കായലിന്റെ പാലത്തിന്റെ അടിയിൽ പോയിട്ട് ഒരു ഒതുങ്ങിയ ഏരിയയിൽ പോയിട്ട് വീഡിയോ ക്യാമറ എല്ലാം സെറ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കായലിൽ കൂടെ ബോട്ട് പോണതിന്റെ സൗണ്ട്, അതിന്റെ കൂടെ നോക്കിയാൽ പാലത്തിന്റെ മേലിൽ കൂടെ ട്രെയിൻ പോണു, മേലിൽ കൂടെ ഫ്ലൈറ്റ് കൂടെ തമാശ പറയില്ല, കറക്റ്റ് ഇല്ലടാ. അതുപോലെ തന്നെ നമ്മൾ ഒരു ലാസ്റ്റ് ഒരു റീൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കത് റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അപ്പോൾ നമ്മൾ നൈസ് അവിടെ പോയി നിൽക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇന്നേവരെ നിങ്ങൾ പവർ കട്ട് ആവണം കണ്ടിട്ടുണ്ടോ? പക്ഷേ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയപ്പോൾ ഫുൾ പവർ കട്ട് കേട്ടാ, ഫുൾ പവർ കട്ട്. അപ്പൊ പിന്നെ വേറെ ഒന്നുമില്ല, ഭയങ്കര ഗ്രെയിൻസ് ആയിരിക്കും. അത് കണക്ക് തന്നെ നമ്മൾ ഈ കഴക്കൂട്ട പാലത്തിൽ ഇവിടെ ഇരുന്നിട്ട് ഇവിടേക്ക് പവർ കട്ട് ഉണ്ടാവുമെന്ന് നമ്മൾ ഈ പാലത്തിൽ കൂടെ വണ്ടിയുടെ ഒരു ഷോട്ട് എടുക്കാനായിട്ട് ഇങ്ങനെ നേരെ പോയപ്പോഴത്തേക്ക് പവർ കട്ട്, വണ്ടി കൊണ്ട് കയറുന്ന പവർ കട്ട്. ഇവിടെ നിന്ന് ഇറങ്ങി നേരെ തേരി ഇറങ്ങണ അവിടെ ഉണ്ട്. ആ തേരി നമ്മൾ ഇറങ്ങിയത് ഇവിടെ ലൈറ്റ് വന്ന് താഴെ ലൈറ്റ് ഓഫ് ആയി. അത് കഴിഞ്ഞ് അടുത്ത് കൂട്ടുകാരാണ്.
അപ്പൊ അവന്റെ വണ്ടിയുടെ ബാക്കിൽ ഇരുന്നോണം ഷൂട്ട് ചെയ്യാനായിട്ട് അവന്റെ വണ്ടിയുടെ പെട്രോൾ അങ്ങനത്തെ കുറെ തടസ്സങ്ങളേ ഉള്ളൂ. അല്ലാതെ വേറെ പിന്നെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു കളവുണ്ട് എന്റെ വീടിന്റെ അപ്പുറത്ത്. അവനാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് നമ്മൾ വീഡിയോ ഷൂട്ട് എന്റെ വീടിന്റെ കാർ പോച്ചിന്റെ ഫ്രണ്ടിലാണ് ഷൂട്ട് ചെയ്യണം. അപ്പൊ ഞാൻ 1.5 വർഷം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യണം. ഒരു 10 മിനിറ്റ് ഞാൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ എന്റെ വീട്ടിൽ കയറി പോകും. അവിടെ നിന്ന് വെള്ളം അടിക്കുന്നില്ല, ആർക്കും ഒരു ശല്യം ഇല്ല, ഒന്നും ചെയ്യില്ല. വീഡിയോ ഷൂട്ട് ചെയ്യാൻ അങ്ങനെ സമ്മതിക്കില്ല, ഭയങ്കര ചൊറിയാണ്. അതിന് അവസാനം ഞാൻ അവിടുത്തെ നമ്മൾ അസോസിയേഷന്റെ അടുത്ത് പറഞ്ഞപ്പോൾ അങ്ങനെ വായും കാര്യങ്ങളൊക്കെ അടഞ്ഞ് ഇപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മളടുത്ത് എങ്ങനെ പെരുമാറും അതനുസരിച്ച് ഞാൻ തിരിച്ച് പെരുമാറും. നമ്മുടെ അടുത്ത് ഭയങ്കര നെഗറ്റീവായിട്ട് പെരുമാറി ഞാൻ തിരിച്ച് അതണൊക്കെ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അവനെ ലോകത്ത് എനിക്ക് കണ്ണെടുത്ത് കണ്ടോടെ തങ്ങയും. ഒരു സാധനം ജോലി ചെയ്യുമ്പോൾ ആർക്കും ഇന്നവരെ ഒരു ശല്യം ഞാൻ ആർക്കും ചെയ്തിട്ടില്ല. അങ്ങേർക്ക് മാത്രമേ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെയാണ് ഏറ്റവും വലിയ പ്രശ്നം. മേഘ ചേച്ചിയുടെ 5 പോസിറ്റീവായ കാര്യങ്ങൾ പറയൂ. നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ബുക്ക് അടിച്ചേനെ. ഒന്നാമത്തെ ഒരു ഭയങ്കര സ്നേഹമാണ്. അപ്പൊ അവൾക്ക് ഇപ്പൊ എന്തൊരു വയ്യായി ഉണ്ടെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവള് അത് ചെയ്യും. ഇപ്പൊ പെട്ടെന്ന് ഒരു റീല് ചെയ്യണം അവൾക്ക്, ഒരു ഡാൻസിന്റെ റീലാണ്. ഞാൻ പറയും ഇത് ചെയ്യാന്ന് പറഞ്ഞ് ഒരു സമയത്ത് ഒരു 5-6 മിനിറ്റ് കൊണ്ട് അവള് സ്റ്റെപ്പും കാര്യങ്ങളും പഠിച്ച് സെറ്റ് ചെയ്യും. കാരണം ലാസ്റ്റ് മറ്റേ ആസൈ കൂടെ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റെപ്പ് ഞാൻ നോക്കിയതെടുത്തോളം ഭയങ്കര പാടാണ്. അപ്പൊ ഇവള് അത് പെട്ടെന്ന് പഠിച്ച് അത് ചെയ്തു. ചുമ്മാ ചെയ്ത് നോക്കിയപ്പോ കുഴപ്പമില്ല, വഴങ്ങണുണ്ട്. അപ്പൊ അങ്ങനെ ഒരു 5 അല്ല അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് അവളുടെ കാര്യങ്ങൾ. പെട്ടെന്ന് നെഗറ്റീവ് അങ്ങനെ നെഗറ്റീവ് ഒന്നും എല്ലാ പിള്ളേർക്കും ഉള്ളത് പോലെയൊക്കെ തന്നെയാണ്. ഒരു സ്ഥലത്ത് വേറൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും പോവാൻ പറഞ്ഞാൽ എന്നെന്നില്ലാത്ത ലാഗായിരിക്കും. 3/4 മണിക്കൂർ എടുക്കും. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കും, നല്ല ഫ്രണ്ട്ലി ആണ്, സ്നേഹമുള്ള കൊച്ചാണ്. സാധാരണ ഈ കല്യാണമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവരുടേതായ ലോകത്തോട്ട് ഒതുങ്ങിക്കൂടുക അതൊരു പതിവാണ്. ഇത് പക്ഷെ അങ്ങനെയല്ല, നമ്മളെ കൂടെ വന്ന് നമ്മളെ ലോകത്തോട്ട് ഇവരുടെ കല്യാണത്തിന് മുമ്പ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇപ്പോഴും നമുക്ക് ആ വീട്ടിലുള്ള സ്വാതന്ത്ര്യം മറ്റു കാര്യങ്ങളും. കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് രാത്രി ഞാനും ആകർഷാനും കൂടെ ഇരുന്ന് പറഞ്ഞു ഇനി സച്ചിനെ വിളി കാണാൻ പറ്റൂല, എന്തോന്ന് ചെയ്യുമെന്ന് പറയണ്. പിന്നെ പാവമാണ് ഗൈസ്, സ്വന്തം ചേച്ചിയെ പോലെ നല്ല സൂപ്പർ. എന്തിനാ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാട്ടെ, എന്താ ബ്രെഡും പാലും. അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻ ആൻസർ തന്നു വിശ്വസിക്കുന്നു. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, നമ്മളുടെ എല്ലാം സ്ഥലം എവിടെയാണെന്നുള്ളത്. ഞാൻ, ആരോമല്, മേഘ, ബിജോയ്, അനീഷ് ഇവരെല്ലാം ട്രിവാൻഡ്രം നാലാഞ്ചിറ എന്ന് പറയുന്ന സ്ഥലമാണ്. നാലാഞ്ചിറയിൽ പാറോട്ടോണം എന്ന് പറയുന്ന സ്ഥലമാണ്. ടാർസൻ, ഞാനും രാമനും ചിറയൻകീഴ് പെരുങ്ങുഴി. അപ്പോൾ ഇനി അടുത്ത് നിങ്ങളുടെ എല്ലാം സപ്പോർട്ട് കൊണ്ട് നമുക്ക് കിട്ടിയ പ്ലേ ബട്ടൺ, ഗോൾഡൻ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യാം. അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ആരെ വീട്ടിൽ നിന്നാണോ ഈ ഒരു പ്ലേ ബട്ടൺ കണ്ടത് ആ പുള്ളിക്ക് തന്നെ എൻ്റെ ഗോൾഡ് കാണാനുള്ള ഞാൻ ഭാഗ്യം കൊടുക്കുകയാണ്. ഹർസൻ അൺബോക്സ് ചെയ്യും. നമ്മുടെ ഗോൾഡൻ പ്ലേ ബട്ടൺ നമ്മൾ അൺബോക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും പലതും കണ്ടിട്ടുണ്ട്, പക്ഷേ നമുക്കിത് സ്പെഷ്യലാണ്. കാരണം നമുക്കിത് ആദ്യമായിട്ടാണല്ലോ കിട്ടുന്നത്. എന്റെ വീട്ടിൽ 2 സിൽവർ പ്ലേ ബട്ടൺ ഉണ്ട് കേട്ടോ. എവക്കും കിട്ടി, എനിക്കും കിട്ടി. നമ്മൾ പ്രതീക്ഷിച്ചത് കൂടിയല്ല, പക്ഷെ നിങ്ങളെല്ലാം സപ്പോർട്ട് സ്നേഹം കൊണ്ടാണ്. ഇവർക്കെല്ലാവരും കൂടി ഒരു ബിഗ്ഗസ്റ്റ് സർപ്രൈസ് ഉണ്ട്. അത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ടായിരിക്കും കാണിക്കുന്നത്. എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ എന്ത് അച്ചീവ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഗോൾഡൻ പ്ലേ ബട്ടൺ അച്ചീവ് ചെയ്തു. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, സിൽവറിനെക്കാളും വലുതാണ് വെയിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഗോൾഡ് പ്ലേ ബട്ടൺ പല യൂട്യൂബേഴ്സും അൺബോക്സ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതെല്ലാം നിങ്ങളുടെ ഒറ്റ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മളിത് ഓപ്പൺ ചെയ്ത് ഇത് കാണുമ്പോൾ നമുക്ക് രോമാഞ്ചമൊക്കെ ഉണ്ടാവും. കാരണം നമ്മളിങ്ങനെ കുറേ ചെറിയ ചെറിയ വീഡിയോസ് ഇട്ടിട്ട് ആ കഷ്ടപ്പാടും അതിനൊക്കെ കിട്ടുന്ന ഒരു ഇതാണ് അംഗീകാരം. കാരണം 10 ലക്ഷം ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അത്ര ആൾക്കാരുടെ സപ്പോർട്ടും സ്നേഹവും പിന്നെ നമ്മളുടെ ഒരു ഹാർഡ് വർക്കിനുള്ള ഒരു അച്ചീവ്മെന്റ് ആണിത്. 10 ലക്ഷം പേരുടെ സ്നേഹമാണ് ഈ ഒരു ഇത് അച്ചീവ് ചെയ്തവർക്ക് നമ്മൾ പറഞ്ഞ വികാരം എന്താണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നിങ്ങളിൽ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ഈ യൂട്യൂബ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം മാക്സിമം ഉപയോഗിക്കുക അല്ലേ? അതത്ര കഴിവുള്ളവർ മാക്സിമം യൂസ് ചെയ്യുക. കാരണം ആർക്കും വേണ്ടി നമ്മൾ കാത്തിരിക്കലും ഇത് ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിലേ നമ്മൾ ചെയ്യുള്ളൂ എന്നുള്ള ഇടയിലും കളിയാക്കലുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മൾ ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, നമ്മളെ കളിയാക്കി നമ്മളെ 1-2 ലൈക്കൊക്കെ കണ്ട് കളിയാക്കി വേറെ വല്ല പണിക്ക് പോടാ ചവിട്ടി താഴ്ത്ത് നമ്മളെ തറയിലിട്ടു. പക്ഷെ അതൊന്നും വക വെക്കരുത്. നിങ്ങളെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുക. കാരണം നമ്മളിപ്പം എന്തൊരു കാര്യവും നമ്മൾ ഫസ്റ്റ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആവില്ല. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ഓരോ പാഠങ്ങൾ പഠിക്കും. അതിൽ നിന്നാണ് നമ്മൾ പെർഫെക്റ്റ് ആണ്. ഞാൻ ഈ കണ്ടന്റ് ഒക്കെ എന്റെ ഫസ്റ്റത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ വെറും കൂറ കണ്ടന്റുകളാണ്. എത്ര പേരെ നോക്കിയിട്ടുണ്ടത്. പക്ഷെ ഞാൻ അതിൽ നിന്ന് ഓരോ സാധനങ്ങൾ പഠിച്ചാണ് നമ്മൾ ഇന്ന് ഈ വരെ ചെയ്തേക്കുന്ന സാധനങ്ങൾ നിങ്ങൾ അടിപൊളി എന്ന് പറയുന്ന
ചെയ്യുന്നത് വരെ അതിന് മുമ്പ് ഞാൻ എത്ര വർഷം എഫേർട്ട് ഉണ്ട്. അപ്പോൾ ഓരോ ചെറിയ വീഡിയോസിലും നമുക്ക് ഉണ്ടാകുന്ന പാളിച്ചകൾ ഞാൻ പഠിച്ചാണ് നമ്മൾ ഇത്രയും വരെ എത്തിയത്. അപ്പോൾ നിങ്ങളുടെ ഓരോ വീഡിയോസിലും നമുക്ക് ഓരോ പാഠങ്ങൾ നമ്മൾ പഠിക്കും, അതിൽ നിന്ന് നിങ്ങൾ പെർഫെക്റ്റ് ആവും. ചെയ്ത് നിങ്ങൾ പെർഫെക്റ്റ് ആവും. ഫസ്റ്റ് തന്നെ നമുക്കൊരു മില്യൺ അടിക്കുന്ന വീഡിയോ നമുക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ചിലവർക്ക് ഭാഗ്യം കൊണ്ട് പറ്റും, ചിലവർക്ക് നമ്മൾ ചെയ്ത് നമ്മൾ പെർഫെക്റ്റ് ആവും. അതുകൊണ്ട് നമ്മൾ ആരെയും കാത്തു നിൽക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം പ്ലാറ്റ്ഫോം യൂസ് ചെയ്തോ, നിങ്ങൾക്ക് ഒരു ജോലിയായിട്ട് തന്നെ ഇത് കാണാൻ പറ്റും. പിന്നെ അടുത്ത് ഇവർക്കെല്ലാം ഒരു സർപ്രൈസ് ഉണ്ട്. അപ്പൊ അത് എന്റെ വീട്ടിലാണ്. ആ സാധനം ഇവിടെ കൊണ്ടുവരാൻ പറ്റാത്തൊരു സാധനമായി പോയി. നേരെ എന്റെ വീട്ടിലോട്ട് പോവാം. അപ്പോ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ 1 മില്യൺ ആയപ്പോഴത്തേക്കും ആദ്യമായിട്ടാണ് ഒരാൾ നമുക്ക് ഗിഫ്റ്റ് അയച്ചു തരുന്നത്. അതായത് A2Z വേൾഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് നമുക്ക് 1 മില്യൺ ആയപ്പോഴത്തേക്ക് ഒരു ഗിഫ്റ്റ് അയച്ചു തരാൻ ചേട്ടാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്കൊന്നൊരു ഗിഫ്റ്റ് ആണ്, അതായത് ഈ ഒരു ഫ്രെയിം. അപ്പോ നമുക്കിത് അൺബോക്സ് ചെയ്യാം. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ഫ്രെയിം ഞാൻ കാണുന്നത്. ഇത് നമ്മളെ വീടിന്റെ രണ്ട് ഡോർ ഒരുമിച്ച് വെച്ചാ ഇത് ഒരെണ്ണോ അമ്മാതിരി വലുത് കഴിഞ്ഞു. ഞാൻ 174.5 എന്റെ ഹൈറ്റ്. അപ്പൊ ഇത് ഏകദേശം ഒരു 170 അല്ലെങ്കിൽ 69. ഇത് തറയിൽ വിരിച്ചു തൽക്കാലം പറ്റുള്ളൂ. ഇത് താങ്ങാനുള്ള ഇതൊന്നും ഇല്ല. താങ്ക് യു സോ മച്ച് A2Z വേൾഡ് ആർട്ട് വേൾഡ്. അപ്പോ ലൈഫിൽ ആദ്യമായിട്ടാണ് നമുക്ക് 1 മില്യൺ നല്ലൊരു ദിവസത്തില് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് നമുക്ക് അയച്ചു തന്നത്. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള എനിക്ക് ഓൾറെഡി തന്നു അത് നന്ദിയുണ്ടേ. ഇതിലുള്ള തന്നു, ഞാൻ അത് വീട്ടിൽ കൊണ്ടുവച്ചു. എനിക്കാണ് ഇത് ആകർഷണമുള്ളതാണ്. ഞാൻ പിന്നെ ഇത് കൊടുത്തന്നേ ഉള്ളൂ. ഈ ഒരു സെയിം ഫ്രെയിം തന്നെയാണ് കാണിച്ചിട്ടുണ്ട്. വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ഒരു ഫോട്ടോ നമുക്ക് ഇങ്ങനെ ചെയ്തു തന്നത് യു ക്രിയേഷൻ എന്ന് പറഞ്ഞൊരു പയ്യനാണ് കേട്ടോ. കിട്ടിലായിട്ട് മാനിപ്പുലേഷൻ ചെയ്തു തരും. ഇതൊക്കെ നമ്മൾ ഓരോരുത്തർ ടെറസിന്റെ മുകളിലൊക്കെ നിന്ന് എടുത്ത ഫോട്ടോയാണ്. അതിനെ കട്ട് ചെയ്തവයි നമ്മൾ പറഞ്ഞൊരു തീമിൽ സെറ്റ് ചെയ്ത് തന്നെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇതുവരെ നമ്മളെ സപ്പോർട്ട് ചെയ്തവരും ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവർക്ക് എല്ലാവർക്കും വളരെ നന്ദി. ഇതുവരെ നമ്മളെ സ്നേഹിച്ചതുപോലെ ഇനിയും നിങ്ങൾ നമ്മളെ സ്നേഹിക്കണം, സപ്പോർട്ട് ചെയ്യണം. അല്ലേ ഡർസ? അതെ, ഒരുപാട് സന്തോഷം. ഇത്രയും വലിയൊരു സാധനമൊക്കെ നമുക്ക് അയച്ചു തരണമെങ്കിൽ അവർ എന്തൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇതിവിടെ വരെ എത്തണം അല്ലേ? ഇത്രയും വലിയൊരു സാധനം ഇവിടം വരെ എത്തിക്കണമെങ്കിൽ എന്തൊക്കെ ഒരു അപ്പൊ അവരുടെ ഒരു ഓട്ടോ പിടിച്ചാണ് കൊണ്ടുവന്നത്. കിളിമാനൂരാണ്, പക്ഷെ കിളിമാനൂരല്ല, വെഞ്ഞാറമൂടാണ് അവരുടെ സ്ഥലം. അതെനിക്ക് തന്നെ നിങ്ങൾക്കും ഇതുപോലുള്ള പരിപാടി ചെയ്യണമെങ്കിൽ നിങ്ങൾ അവരെ തന്നെ കോൺടാക്ട് ചെയ്യണം. അത്രയ്ക്ക് ആത്മാർത്ഥതയുള്ള ആൾക്കാരാവണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ. അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന വർക്കിനോട് അവർക്ക് ഒരു 100% നീതി പുലർത്തുന്നുണ്ട്. ഇത് നമ്മൾ പണിയുന്ന സ്റ്റുഡിയോയിൽ വെക്കുന്നതായിരിക്കും. അതെ, ഇനിയും നിങ്ങളുടെ സ്നേഹം നമുക്ക് വേണം. വിലയേറിയ കമന്റ്സ് ഒക്കെ നിങ്ങൾ നമ്മളെ വീഡിയോസിന് ഇടണം. അതാണ് നമുക്ക് തരുന്ന ഒരു പ്രചോദനം. ലവ് യു ഗൈസ്. ബൈ.